സുഹൃത്തുക്കളെ നമസ്കാരം. ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധൻ്റെ തന്നെ പുസ്തകങ്ങളെ പഠിക്കണം. അതായത് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എവിടെ നിന്ന് ലഭിക്കും? അത് നമുക്ക് ലഭിക്കുന്നത് തിപിടക് എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ നിന്നാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അറിയണമെങ്കിൽ ബുദ്ധനെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ബുദ്ധനെക്കുറിച്ച് മറ്റൊരു വ്യക്തി എഴുതിയ പുസ്തകമോ അല്ലെങ്കിൽ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വേറൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ അതിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ശരിയായിട്ടുള്ള വിവരണങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയില്ല. അതിനാൽ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ശരിയായിട്ട് അറിയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ തന്നെ നമ്മൾ വായിക്കണം. ആ മൂല ഉപദേശങ്ങളെയാണ് തിപിടക് എന്ന് പറയുന്നത്. തിപിടക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 3 പിടകകൾ അല്ലെങ്കിൽ ബോക്സുകൾ എന്നാണ്. പണ്ട് കാലങ്ങളിൽ തിപിടക സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ 3 തട്ടുകളിലായിട്ടാണ്. അതുകൊണ്ടാണ് എന്നെ തിപിടക് എന്ന് പറയുന്നത്. തിപിടകയിൽ 3 കാര്യങ്ങളുണ്ട്. 1 വിനയപിടക, 2 സുത്തപിടക, 3 അഭിധമ്മ പിടക. സൂത്തപിടകയിൽ ഭിക്ഷുണികൾക്കുള്ള നിയമങ്ങളാണ്. അതായത് ഒരു ഭിക്ഷു ഒരു ഭിക്ഷുണി ഏതെല്ലാം നിയമങ്ങൾ പാലിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് വിനയപിടകയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഭിക്ഷുവിന് 227 നിയമങ്ങളും ഭിക്ഷുണിക്ക് 311 നിയമങ്ങളും ഉണ്ട്. ഇത്രയധികം നിയമങ്ങൾ മറ്റൊരു മതത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം അത്ര പരിശുദ്ധമാണ് ബുദ്ധൻ്റെ ടീച്ചിങ്. ഈ നിയമങ്ങൾ പലതരത്തിലുണ്ട്. പാരാജിക നിയമങ്ങളുണ്ട്, സംഘാതിശേഷ നിയമങ്ങളുണ്ട്, അനിയത്ത നിയമങ്ങളുണ്ട്. അതായത് അതിൻ്റെ ഒഫൻസിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 എണ്ണമാണ്. ഈ 4 തെറ്റുകൾ ഒരു ഭിക്ഷു ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭിക്ഷുവിന് ഭിക്ഷും എന്ന പദവി നഷ്ടപ്പെടും. ആ 4 പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഭിക്ഷു ശാരീരിക സംബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ ഭിക്ഷുവിൻ്റെ ഭിക്ഷുത്വം നഷ്ടപ്പെടും. ഏതെങ്കിലും ഒരു ഭിക്ഷു അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ ആ വ്യക്തി പിന്നീട് ഭിക്ഷുവായിട്ടിരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഭിക്ഷുവിന് കൊടുക്കാത്ത വസ്തു മോഷ്ടിക്കുകയാണെങ്കിൽ ആ ഭിക്ഷുവിൻ്റെ ഭിക്ഷുത്വം നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഒരു ഭിക്ഷു തനിക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ഉപലബ്ധി ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും ആ ഭിക്ഷുവിൻ്റെ ഭിക്ഷുത്വം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഒരു ഭിക്ഷു ബോധി നേടി അല്ലെങ്കിൽ ജ്ഞാനം ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുക്തി നേടാതെ മുക്തനായി എന്ന് പറയുകയാണെങ്കിൽ ആ ഭിക്ഷുവിന് ഭിക്ഷുത്വം നഷ്ടപ്പെടും. അതേപോലെ തന്നെ അനേകം നിയമങ്ങൾ ഇതിലുണ്ട്. അതായത് ഒരു ഭിക്ഷു എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭിക്ഷയ്ക്ക് പോകണം, ഏതെല്ലാം രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ ഇതിലുണ്ട്. ആരും ഇല്ലാത്തിടത്ത് ഒരു ഭിക്ഷുവും മറ്റൊരു സ്ത്രീയും കൂടി ഒരുമിച്ച് ഒരിക്കലും ഇരിക്കരുത് എന്നുള്ള അതികഠിനമായിട്ടുള്ള നിയമങ്ങൾ കൂടി ഇതിലുണ്ട്. ഈ നിയമങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. തിപിടകിലെ 2ാമത്തെ പുസ്തകമാണ് സുത്തപിടക എന്ന് പറയുന്നത്. ഇതിലാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഭഗവാൻ എന്നുദ്ദേശിച്ചത് ഒരിക്കലും ഈശ്വരനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല. രാഗദ്വേഷ മോഹങ്ങൾ നഷ്ടമായിട്ടുള്ള വ്യക്തിയെയാണ് ഇവിടെ ഭഗവാൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സുത്തപിടകിയിൽ 5 വിഭാഗങ്ങളുണ്ട്. 1 ദീഘനികായ, അതായത് ദൈർഘ്യമുള്ള ഉപദേശങ്ങൾ അടങ്ങിയത്. 2 മജ്ജിമനികായ, അതായത് മിഡിലായിട്ടുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. 3 സംയുക്ത നികായ, അതായത് മിക്സറായിട്ടുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് അങ്കുത്തര നികായ, അതായത് 1 തൊട്ട് 12 വരെയുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് ഖുദ്ദക നികായ, അതായത് ചെറിയ ചെറിയ പുസ്തകങ്ങൾ. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉള്ളത്. ഖുദ്ദക നികായയിലാണ്. ദീഘനികായിൽ ടോട്ടൽ 34 ഉപദേശങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ 34 സൂത്രങ്ങളുണ്ട്.
മജ്ജിമ നികായിൽ 152 സൂക്തങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇനി വിവർത്തനം ചെയ്യാൻ പോകുന്നത് ഈ മജ്ജിമ നികായാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശത്തിൻ്റെ പുസ്തകമാണ്. സംയുക്ത നികായിൽ 7762 സൂക്തങ്ങൾ ഉണ്ട്. അംഗുത്തര നികായിൽ 9557 സൂക്തങ്ങൾ ഉണ്ട്. ഖുദ്ദക നികായിൽ ടോട്ടലായിട്ട് നമ്മൾക്ക് 18 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ ഇതൊക്കെയാണ്: ഖുദ്ദക പാഠപാലി, ധമ്മപദ, ഉദാന, ഇതിവുത്തക, സുത്തനിപാത, വിമാനവത്തു, പേദവത്തു, തേരാഗാഥ, തേരീഗാഥ, ജാതക, നിർദ്ദേശ, പടിസംഭീത, അപാദാന, ചാരീയ പിടക, പെടകോപദേശക, മഗ്ഗ, ബുദ്ധവംസ, നെത്തി, മിലിന്ദപന്ന തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഖുദ്ദക നികായിൽ ഉണ്ട്. ത്രിപിടകയിൽ 3-ാമത്തെ പുസ്തകമാണ് അഭിധമ്മ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതായത് മനസ്സിനെക്കുറിച്ചിട്ടും ചിത്തവൃത്തികളെക്കുറിച്ചിട്ടും ശരീരത്തെക്കുറിച്ചിട്ടും ഇത് എങ്ങനെയൊക്കെ നമ്മൾക്ക് വിഭജിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനാലിസിസാണ് ഈ പുസ്തകത്തിലുള്ളത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ് അഭിധമ്മ പിടക. അപ്പോൾ ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ത്രിപിടക വായിക്കണം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും? നമ്മൾ ആദ്യമായിട്ട് ത്രിപിടക വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ത്രിപിടകയിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് വളരെ സംക്ഷിപ്തമായിട്ട് ആ പുസ്തകത്തിൽ ഉണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. ആ പുസ്തകത്തിൻ്റെ പേര് ഗൈഡ് ടു ത്രിപിടക് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയുള്ളത് സയ്യാജി യു കോ ലേ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. ഈ പുസ്തകം നിങ്ങൾ ആദ്യം ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ത്രിപിടകയിലുള്ള എല്ലാ പുസ്തകത്തിൻ്റെയും രത്നച്ചുരുക്കം ഈ പുസ്തകത്തിലുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോന്നും വെവ്വേറെയായിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടി വരും. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എല്ലായിടത്തും നമുക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ വിനയപിടക ഇംഗ്ലീഷ് PDF എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിനയപിടക കിട്ടും. സുത്തപിടകയിലെ ദീഘനികായ വേണമെങ്കിൽ അതിൻ്റെ PDF നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അഭിധമ്മ പിടകൻ്റെ PDF-ഉം നമ്മൾക്ക് നെറ്റിൽ ഉപലബ്ധമാണ്. ഇനി ഒരു വെബ്സൈറ്റ് ഉണ്ട്, സൂത്ത സെൻട്രൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അതിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. പക്ഷേ അതിൽ ഒരു ഗുണം കൂടിയുണ്ട്, ഇതിൻ്റെ എല്ലാം പാലിയും നമ്മൾക്ക് അതിൽ ലഭിക്കും. ഇനി ഒരു പ്രത്യേക കാര്യം, ഈ ട്രാൻസ്ലേഷൻ എല്ലാം പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾക്ക് ബുദ്ധൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകില്ല. അതിനായിട്ട് ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള ശിക്ഷണത്തിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ ചെയ്യാതെ നമ്മൾക്ക് സൂത്രങ്ങൾ ഒന്നും തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ സൂത്രങ്ങൾ വായിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ പ്രാക്ടിക്കൽ എവിടെ നിന്ന് ലഭിക്കും? പ്രാക്ടിക്കൽ ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം വിപശ്യന ധ്യാനം എന്ന ഒരു ധ്യാനം അഭ്യസിക്കണം. SN ഗോയങ്കാജിയുടെ വിപശ്യന ധ്യാനം. അത് ഇന്ത്യയിൽ 60 സെൻറ്ററിലുണ്ട്. അത് നമ്മൾക്ക് പഠിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ത്രിപിടക ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ധ്യാനം അഭ്യസിക്കണം. കാരണം ബുദ്ധൻ എല്ലായിടത്തും ധ്യാനത്തെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഈ ധ്യാനം നമ്മൾക്ക് എവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും? ഇന്ത്യയിൽ ഇന്ന് ധ്യാനം പഠിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് പഠിപ്പിച്ചത് ബന്ദേ വിമലാരംസി എന്ന ഭിക്ഷുവാണ്. ആ മെഡിറ്റേഷൻ്റെ പേര് TWIM എന്നാണ്, അല്ലെങ്കിൽ ട്വിം എന്ന് പറയും. ഇതിൻ്റെ കോഴ്സ് ഓൺലൈനിലും നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള കോഴ്സും നമ്മൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ത്രിപിടകയെപ്പറ്റി ഏകദേശം ഒരു ധാരണ ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്നത്ര ബുദ്ധൻ്റെ വാണികൾ പഠിക്കുക. കഴിയുന്നതും പാലി ഭാഷയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഇത്തരം വീഡിയോകൾ നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.